എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു സബിൻ്റെ ആംപ്ലിഫയർ ആണ്. ഒരു കുറ്റിക്കകത്ത് അതിൻ്റെ ബാക്കിൽ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് ആംപ്ലിഫയർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് സാധാരണ ഒരു കംപ്ലൈൻറ്റ് ഇങ്ങനെ പല കംപ്ലൈൻറ്റുകളായിട്ട് പവർ സപ്ലൈ കംപ്ലൈൻറ്റും ആംപ്ലിഫയർ സെക്ഷൻ കംപ്ലൈൻറ്റും ഒക്കെ പല പല കംപ്ലൈൻറ്റുകളായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ചിലതൊക്കെ റെഡിയാകും, ചിലത് റെഡിയാകാതെ പോകുന്നുണ്ട്. ചില ടെക്നീഷ്യന്മാർ ഇത് നോക്കുകയില്ല, ഇതിന് പകരം പുതിയൊരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ മതി അങ്ങനെ പറഞ്ഞ് പുതിയ വാങ്ങിച്ച് വെക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ ഇതിന് വലിയ വിലയില്ല, 2600 രൂപ ആ ഒരു റേഞ്ചിലുള്ള വിലയേ ഉള്ളേ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അത് റെഡിയാക്കാത്തത്. ഇതുണ്ട് ഇതിനകത്തിപ്പം 100 വാട്ട്സാണ്, അതായത് A1941 C5198 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള 100 വാട്ട്സിൻ്റെ ഒരു സബിൻ്റെ സെക്ഷനാണ്. അതിൽ 27 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പവർ സപ്ലൈ സെക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഭാഗമെല്ലാം അങ്ങ് ക്ലാങ് പിടിച്ച് കംപ്ലൈൻ്റ് ആയി, അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇതിനകത്ത് വരുന്ന IC TL494 എന്ന് പറഞ്ഞൊരു IC, അതാണ് അതിൻ്റെ പൾസ് ജനറേറ്റ് ചെയ്യുന്ന IC. ആ IC കംപ്ലൈൻ്റ് ആയതാണ്. പക്ഷേ നമ്മളത് മാറിയിട്ടിട്ടും ഇതിൻ്റെ ഈ ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റ് ചൂടാവുകയും നൂറുകൂട്ടം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം നമുക്ക് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ KA3525 IC വെച്ചുള്ള ഒരു പൾസ് ജനറേറ്റിംഗ് സർക്യൂട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഇതിനകത്തെ അത്യാവശ്യം കമ്പോണൻസുകൾ മാറ്റിയിട്ട് ആ സെക്ഷനിലെ കമ്പോണൻസ് മാറ്റിയിട്ട് ഇതുപോലൊരു കോമൺ PCBയിൽ ചെയ്ത് നമ്മൾ അവിടെ അതേ ആ ICയുടെ കാലുമായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഈ ഒരു ജമ്പർ ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് അവിടെ ഫിറ്റ് ചെയ്ത് വെക്കുക. വളരെ ചെറിയൊരു ബോർഡായിട്ടേ വരത്തുള്ളൂ. കാരണം വെച്ചാൽ അതിൽ വലിയ കമ്പോണൻസ് ഇല്ല. ഞാൻ അതിൻ്റെ സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ആ സർക്യൂട്ട്. KA3525 IC വെച്ച് ഉള്ളൊരു സർക്യൂട്ടാണ്. അതിനകത്ത് കുറച്ച് കമ്പോണൻസ് മാത്രമേ ഉള്ളൂ. 4 റെസിസ്റ്റൻസ്, 2 കപ്പാസിറ്റർ, പിന്നെ ഒരു ഡയോഡ്. ഇത്ര ഐറ്റം മാത്രമേ അതിനകത്തുള്ളൂ. ഈ സർക്യൂട്ട് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാല് 12 വോൾട്ടിൻ്റെ നെഗറ്റീവായിട്ട് കണക്ഷൻ, രണ്ടാമത്തെ കാലും 16ാമത്തെ കാലുമായിട്ട് ഷോർട്ട് ചെയ്യുന്നു. 3ഉം 4ഉം കാല് ഫ്രീ ആണ്. അഞ്ചാമത്തെ കാല് 222 ഡിസ്ക് കപ്പാസിറ്ററാണ്. 222 JO വല്ലതും ഇട്ടാൽ മതി. 220 അതതിൻ്റെ പൾസ് ജനറേറ്ററാണ്. അത് മാറിപ്പോരുത്. വാല്യൂ മാറിക്കഴിഞ്ഞാൽ വോൾട്ടേജ് വ്യത്യാസം വരും. അത് അഞ്ചാമത്തെ കാല്. പിന്നെ അഞ്ചാമത്തെ കാലും 7ാമത്തെ കാലും കൂടെ തമ്മിൽ 407 ഓംസ് റെസിസ്റ്റൻസ്. 6ാമത്തെ കാല് 15K ഇട്ട് 12 വോൾട്ടിന് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു. 8ാമത്തെ കാല് 10U 63 വോൾട്ട് കപ്പാസിറ്റർ ഇട്ട് 12 വോൾട്ട് നെഗറ്റീവായിട്ട് ചെയ്യുന്നു. അത് സോഫ്റ്റ് സ്റ്റാർട്ടിൻ്റെ കണക്ഷനാണ്. അന്നേരം അതിനകത്ത് വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരൂടെ ലേറ്റായിട്ട് ഈ ICയുടെ പൾസ് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് നമ്മൾ സപ്ലൈ കൊടുത്ത ആ സെക്കൻഡിൽ തന്നെ ഔട്ട്പുട്ട് വരാതെ ഒരു ശകലം സമയം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഈ 10UF എന്നുള്ള മാറ്റി ഇച്ചിരൂടെ വാല്യൂ കൂട്ടിയാൽ മതി. 22 47 ഒക്കെ ആക്കി മാറ്റിയാൽ. 47 മേളിലാക്കരുത്, കാരണം വെച്ചാൽ ഒത്തിരി ഡിലേ വരും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ 9ാമത്തെ കാല് ഫ്രീ ആണ്. 10ഉം 12ഉം കാല് തമ്മിൽ ജോയിൻ്റ് ചെയ്തിട്ട് അതിൽ 12 വോൾട്ടിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യണം. പിന്നെ 11ാമത്തെ കാല് ഒരു ഔട്ട്പുട്ടാണ്. 14ാമത്തെ കാല് രണ്ടാമത്തെ ഔട്ട്പുട്ട്. 13ഉം 15ഉം കാലുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് അതിലോട്ട് ഒരു 4000 ഡയോഡ് ഉപയോഗിച്ച് 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് എന്ന് കൊടുക്കാൻ പറ്റും. ഇത്രയാണ് ഇതിനകത്തെ കണക്ഷൻ. വളരെ സിമ്പിളാണ്. ഇത്രയും ഐറ്റംസേ ഉള്ളൂ. ചുമ്മാ ഒരു ചെറിയൊരു പ്ലെയിൻ PCB ഉണ്ട് ചെയ്യാൻ. ഈ PCB ഇല്ലെങ്കിലും ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിനുള്ള സർക്യൂട്ടിലുള്ള സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഈ ഔട്ട്പുട്ട് രണ്ടും മനസ്സിലായല്ലോ അല്ലേ? 14ഉം 11ഉം. അത് നമ്മൾ ഈ 10 ഓംസ് റെസിസ്റ്റൻസ് വെച്ച് മോസ്ഫെറ്റിൻ്റെ സോഴ്സ് പിന്നുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്താൽ ഈ സർക്യൂട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നമ്മൾ പലതവണ ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സർക്യൂട്ടിനകത്ത് ഒരു പ്രശ്നങ്ങളുമില്ല, ഒരു പ്രശ്നവും വരികയില്ല. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പക്കായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നൊരു 1 വർഷം മുമ്പ് ചെയ്ത സെറ്റ് വരെ ഇപ്പോഴും നല്ലപോലെ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു. അതിൻ്റെ ഒരു ആമ്പിൻ്റെ സെക്ഷനിലെ ഒരു കപ്പാസിറ്റർ പോയി എനിക്ക് കിട്ടിയായിരുന്നു. അത് നമ്മൾ ഇതുപോലെ പണ്ട് ചെയ്ത് കൊടുത്ത 1 വർഷം മുമ്പ് ചെയ്തതാണ്. ആ പവർ സപ്ലൈ സെക്ഷനിൽ ഇപ്പോഴും കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു. നമുക്ക് സെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ സപ്ലൈ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ടിൽ ഒരു ബൾബ് ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു DC ബൾബ്.
സപ്ലൈ വരുന്ന അറിയുന്നതിന് വേണ്ടിയിട്ട്. സ്വിച്ച് ഓണാക്കി നോക്കാം. സ്വിച്ച് ഓണാക്കി അവിടെ റെഡ് ലൈറ്റ് തെളിഞ്ഞു. ആ LED ഞാൻ മാറിയതാണ്. അവിടെ ബ്ലൂ ആയിരുന്നു. അതിൻ്റെ ആ LED കാല് തുരുമ്പെടുത്ത് പോയായിരുന്നേ. അതുകൊണ്ട് റെഡ് LED ഞാൻ അവിടെ ആക്കിയതാണ്. സെറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. സബ് ഞാൻ ഓഡിയോ കൊടുത്ത് ചെക്ക് ചെയ്തു, നല്ല വർക്കിംഗ് ആയിരുന്നു. 35 നമ്മൾ മീറ്റർ ചെക്ക് ചെയ്യുമ്പം അത്രയും വോൾട്ട് കാണിക്കുന്നുണ്ട്. ബൾബ് ലോഡ് ചെയ്ത് കഴിയുമ്പം 28 വോൾട്ടോളം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലുള്ള സെറ്റുകളുടെ സർവീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം. കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ സംശയത്തിന് ചോദിക്കാലും നമ്മൾ അറിയാവുന്ന രീതിയിൽ നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.